കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. അടിമാലി LIC ഏജന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി സംഘടനാ ട്രഷറർ KV മുരളി ഉദ്ഘാടനം ചെയ്തു. 32 വയസ്സായ സംഘടനയാണോ 33 ആണോ വലുതെന്ന് ചോദിച്ചാൽ അവർ പറയും 31. പണ്ടും സഖാക്കൾ പറഞ്ഞിട്ടുള്ളത് അറിയാമല്ലോ. ഒരു ശമ്പള കമ്മീഷൻ വരുമ്പോൾ 1/2 തന്നപ്പോൾ അവര് 1/3 തന്നപ്പോൾ സഖാക്കള് യൂണിയൻകാരും KSTAക്കാരനും ഓഫീസിലും സർക്കാർ ഓഫീസിലും കയറി പറഞ്ഞത് 1/2 വലുതാണ് നമ്മുടെ നയനാർ തന്ന 1/3. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. 10ാം ശമ്പള കമ്മീഷൻ നമ്മൾ എന്നും മരണം വരെ ഓർക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. മരിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല, കാരണം എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ. 10ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ വിളിച്ച് അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അവിടുത്തെ പെൻഷൻകാർക്ക് സൗജന്യ മെഡിക്കൽ സൗകര്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, അതിവിടെ നടപ്പാക്കണം. ഇങ്ങനെ തന്നെ പറഞ്ഞു, സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ്. അതിന്റെ രേഖകൾ ഞാനൊക്കെ തൊട്ട് പിറകിൽ വെപ്പുണ്ട്. ഞാൻ അന്ന് ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി, ഇവരുടെ കയ്യിലുണ്ട്, ഇവർ തരുമെന്ന് പറഞ്ഞു. പരിപാടിയിൽ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് OS മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി തെങ്ങുംകോട് ശശി വിഷയാവതരണം നടത്തി. പരിപാടിയിൽ വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം KM റജീന, ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് ഡാലി തോമസ്, ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ, ജില്ലാ സെക്രട്ടറി TM ജോയ്, നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അശോക് കുമാർ തുടങ്ങി സംഘടനയുടെ വിവിധ നേതാക്കൾ പങ്കെടുത്തു. കേരള 1 മലയാളം, ഇടുക്കി.